അശ്വനും ശ്രുതിയും തമ്മിൽ ഒന്നിക്കുന്നത് ശ്യാമിന് തീരെ ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അശ്വൻ ഭക്ഷണം കഴിക്കാതെ ശ്രുതിയോട് വഴക്കിട്ട് പോയ സമയത്ത് ശ്രുതിയോട് പോയിട്ട് അശ്വന്റെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. അശ്വനെ പോലെ ഒരാൾക്ക് പറ്റിയ പെൺകുട്ടിയല്ല ശ്രുതി. ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രുതി അപ്പൊ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതിനെന്തിനാ നിങ്ങൾ എന്റെ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്നേ? അയ്യോ ശ്രുതി, അങ്ങനെയല്ല, നിനക്ക് പറ്റിയൊരു ഭർത്താവല്ല, അതുകൊണ്ടാ. ഇതൊക്കെ കേട്ട് ശ്രുതിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്. ഇവനിനി ശരിക്കും ഓർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലേ, അഭിനയിക്കുവാണോ എന്നൊക്കെ ശ്രുതിക്ക് സംശയം തോന്നുക. അത് തീർക്കാനായിട്ട് ശ്യാമിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഞങ്ങളെ തമ്മിലെ ചെറിയൊരു പ്രശ്നം. അഞ്ജലി ചേച്ചിക്ക് ഞങ്ങൾ ഒന്നിച്ചു കാണണമെന്നല്ല ആഗ്രഹം. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ചേച്ചിയുടെ ഇഷ്ടം പോലെ മുന്നോട്ട് പോകാനാ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ പറയായിരുന്നു ഈ സാഹചര്യത്തില് അതൊന്നും വേണ്ട എന്ന്. അതിന് വഴക്കിട്ടിട്ടാ അശ്വൻ സാറ് പോയത്. അല്ലേ നോക്കിക്കോ, വരുമ്പോ മുല്ലപ്പൂവായിട്ടേ വരൂ എന്നൊക്കെ ശ്യാമിന്റെ അടുത്ത് പറയാ. ഇത് കേൾക്കുന്ന ശ്യാമിനുണ്ടോ അത് സഹിക്കാൻ പറ്റുന്നു? ശ്രുതിയാണെങ്കില് അശ്വിനെ വിളിച്ച് മുല്ലപ്പൂ കൊണ്ടുവരാനും പറയുന്നുണ്ട്. ആദ്യമൊക്കെ അശ്വിൻ എന്തിനാ ഇവൾക്ക് ഞാൻ മുല്ലപ്പൂ കൊണ്ടു കൊടുക്കുന്നേ? ഇനിയിപ്പോ ഒരു തവണ വാങ്ങിച്ചു കൊടുത്താല് വീണ്ടും വീണ്ടും അവൾ ഇങ്ങനെ ഓരോന്ന് ആവശ്യപ്പെടും. അതിൽ നല്ലത് വാങ്ങിക്കാതിരിക്കുന്നതാ എന്നൊക്കെ ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട്. എന്നാലും മുല്ലപ്പൂ വാങ്ങിയാണ് അശ്വിൻ വീട്ടിലോട്ട് വരുന്നത്. ഇത് എല്ലാവരും മുൻപിൽ വെച്ച് ശ്രുതി കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് ശ്രുതിയുടെ കയ്യിലെടുത്ത് കൊടുക്കുവാണ്. ഇത് കാണുന്ന ശ്യാമിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറഞ്ഞ പോലെ തന്നെയാ കാര്യങ്ങള് എന്നൊക്കെ അങ്ങ് മനസ്സിലാവുകയാണ്. പിന്നീടായിട്ട് മനോരമയും ശ്യാമും ചേർന്ന് ശ്രുതിയുടെ റൂമിൽ ഒരു വോയിസ് റെക്കോർഡർ വെക്കാമെന്ന് തീരുമാനിക്കുകയാണ്. അവർ സംസാരിക്കുന്നതിലൂടെ എങ്ങനെയാണ് അവർ മുന്നോട്ടുള്ള ജീവിതം എന്ന് അറിയാൻ പറ്റുമല്ലോ, അതിനായിട്ടായിരിക്കും കൊണ്ടുവെക്കുന്നത്. അതൊക്കെ സെറ്റാക്കി ആകെ ടെൻഷനിലാണ് ശ്യാം നിൽക്കുന്നത്. ഇനിയിപ്പോൾ ശ്രുതി പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവോ, അവർ തമ്മിൽ ഒന്നിക്കോ എന്നൊക്കെ ആയിരിക്കും ശ്യാമിന്റെ മനസ്സിലിങ്ങനെ. ഈ സമയത്താണെങ്കിൽ അഞ്ജലി നല്ല ഉറക്കത്തിലായിരിക്കും. ഉറങ്ങുന്ന അഞ്ജലിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ കാരണാടി ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ ശ്രുതി എൻ്റെ കൈവിട്ടു പോയതേ നീ കാരണ. നിന്നെ കാണുമ്പോഴുണ്ടല്ലോ എനിക്കങ്ങ് കൊല്ലാൻ തോന്നുന്നുണ്ട്. എടുത്തു കിടക്കുന്ന തലേനെ എടുത്ത് അഞ്ജലിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ശ്യാമിനങ്ങ് ദേഷ്യം വന്ന് തലേന അവിടെ തന്നെ വെക്കുന്നുണ്ട്. ഇപ്പൊ അഞ്ജലിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് ഉറപ്പായിട്ടും ശ്യാം കുടുങ്ങുമെന്ന് ശ്യാമിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആകെ ടെൻഷനിൽ നിൽക്കുമായിരിക്കും നമ്മുടെ ശ്യാം. ഇനി ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് പിറ്റേ ദിവസമല്ലേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് എന്നാ ഉള്ളിൽ നടക്കുന്നത് മുല്ലപ്പൂവായിട്ട് നമ്മുടെ ശ്രുതി അശ്വിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മുല്ലപ്പൂ കൊണ്ടുവന്നല്ലോ. മുല്ലപ്പൂ മാത്രമല്ല, ഞാൻ വേറൊരു സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ഒരു എഗ്രിമെന്റ് എടുക്കുന്നുണ്ട്. ഈ എഗ്രിമെന്റിലെ നീ ഒപ്പിട്, അല്ലെങ്കിൽ നീ എന്നെ ഭരിക്കും. അതിലും നല്ലതേ ഇതുപോലൊരു എഗ്രിമെന്റ് വെക്കുന്നതാ. എൻ്റെ ചേച്ചിയുടെ പ്രസവം കഴിഞ്ഞാല് അപ്പം നീ ഈ വീട് വിട്ട് പോകണം. അതുവരെ നിനക്ക് ഈ വീട്ടിലെ സ്ഥാനമുള്ളൂ. ഇത് കേട്ട് ശ്രുതിക്ക് ആകെ സങ്കടാവുന്നുണ്ട്. കാരണം എത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് അശ്വിൻ്റെ അടുത്ത് സംസാരിച്ചാലും പെരുമാറിയാലൊക്കെ ഈ രീതിക്കാണ് അശ്വിൻ തിരിച്ചു പെരുമാറുന്നത്. ആ എഗ്രിമെന്റ് വാങ്ങി കീറി എറിയുന്നുണ്ട് നമ്മുടെ ശ്രുതി. ഇത് കാണുന്ന അശ്വിൻ പറയുന്നുണ്ട്, എനിക്കറിയാം നിന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നീ ഇങ്ങനെ തന്നെയാ പ്രതികരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാനൊരു എഗ്രിമെന്റ് കൂടെ എടുത്തിട്ടുണ്ട്. ശരിയാ, ഞാൻ 6 മാസത്തെ എഗ്രിമെന്റിന് തന്നെയാ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുവരെയും എനിക്ക് കുറച്ച് സമാധാനം നിങ്ങൾ തരുമോ? ഞാൻ തിരികെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അഞ്ജലി ചേച്ചിക്ക് വേണ്ടിയിട്ടാ. അഞ്ജലി ചേച്ചിയുടെ പ്രസവം കഴിഞ്ഞാലേ ഞാൻ ഇവിടെ വിട്ടു പോവും. അതിനി നിങ്ങൾ പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പോവും. ആ സമയത്ത് ഞാൻ സത്യങ്ങളെല്ലാം തെളിയിച്ചിട്ടേ പോവൂ. നിങ്ങളോട് ഞാൻ ചെയ്തെന്ന് പറയുന്ന തെറ്റ് ശ്യാമിനെ എനിക്ക് മുൻപ് അറിയുന്നുള്ള കാര്യം നിങ്ങളോട് പറയാത്തതല്ലേ? അതൊക്കെ ഞാൻ തെളിയിച്ചിട്ടേ ഈ വീടിന്റെ പടി ഇറങ്ങൂ. ആ സമയത്ത് ഇനി അഞ്ജലി ചേച്ചിയല്ല, ആരൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ നിങ്ങളെ കൂടെ തുടരില്ല. സത്യങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഇതും പറഞ്ഞ് അശ്വിൻ അലമാര തുറക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ശ്രുതി അങ്ങ് പുറത്തോട്ട് പോകുന്നുണ്ട്. എന്നാ ബാക്കി കാര്യം കൂടെ അശ്വിൻ പറയുന്നുണ്ട്. ഇതാ ഈ എഴുതിയ ലെറ്റർ നിനക്കറിയോ? ഇത് വായിച്ചതിന് ശേഷം എനിക്ക് നിന്റെ പൂർണ്ണ രൂപം മനസ്സിലായത്. നീ ശ്യാമുമായിട്ട് അന്ന് ടെറസിൽ വെച്ചും അതുപോലെ സ്വിമ്മിംഗ് പൂളിനടുത്ത് വെച്ചും ഒക്കെ സംസാരിച്ചതും ചേർത്ത് പിടിച്ചതും ഒക്കെ ഞാൻ കണ്ടു. അപ്പോഴൊന്നും നിന്നെ ഞാൻ സംശയിച്ചിരുന്നില്ല. എന്നാ നീ നിന്റെ മനസ്സ് മൊത്തം ഈ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചപ്പോഴാ നിന്റെ തനി സ്വരൂപം എനിക്ക് മനസ്സിലായത്. ഇതും പറഞ്ഞ് തിരിയാൻ നേരത്ത് അവിടെ ശ്രുതി കാണില്ല. ആ ലെറ്റർ എഴുതി വെച്ചിരുന്നത് ശ്യാമായിരിക്കും. അത് ശ്രുതിയാണെന്നുള്ള മട്ടിലാണ് അശ്വിൻ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാ ഇതൊന്നും കേൾക്കാതെ നമ്മുടെ ശ്രുതി ബാൽക്കണിയിൽ നിന്ന് കരയുമായിരിക്കും. ഒരുപാട് സങ്കടത്തോടെയാണ് ശ്രുതി നിൽക്കുന്നത്. പിന്നീടായി കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കും.
ആകെക്കൂടെ സങ്കടത്തിലാണ് ശ്രുതി ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നത്. ഈ സമയത്ത് അഞ്ജലി കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും. ഓരോ ഫോട്ടോസും ഓരോരുത്തർക്കായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. മനോരമ പറയുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങളെക്കാൾ ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടിയായിരിക്കും നിനക്ക് പിറക്കാൻ പോകുന്ന അഞ്ജലി ബേബി എന്നൊക്കെ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതിയെ ശ്രദ്ധിക്കുന്നുണ്ട് അഞ്ജലി. എന്താ ശ്രുതി, നിനക്കെന്താ ഒരു സങ്കടം പോലെ? എന്തു പറ്റി? ഇന്നലെ നീ ഉറങ്ങിയില്ലേ? ഉറക്കം ശരിയല്ലേ ചേച്ചി? ഇന്നലെ എനിക്ക് നല്ല തലവേദനയായിരുന്നു, അതുകൊണ്ടാ. ഓ, അതായിരുന്നോ കാര്യം? ഇത് കേൾക്കുന്ന ശ്യാമിന് വീണ്ടും സംശയം. ആ റെക്കോർഡ് നോക്കിയാലല്ലേ എന്താ നടന്നു എന്ന് അറിയാൻ പറ്റൂ. ഇനിയിപ്പോ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു എന്നായിരിക്കും ശ്യാം ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അശ്വിൻ വരുന്നുണ്ട്. അശ്വിനെ കാണുന്നതും അവിടെ നിന്ന് മുത്തശ്ശി എഴുന്നേറ്റ് പോവാൻ നോക്കുകയാണ്. അപ്പൊ തന്നെ അശ്വിൻ പറയുന്നുണ്ട്, മുത്തശ്ശി ഇതൊന്ന് നോക്ക്, ഈ ഫയൽ നോക്കി ഒന്ന് ഒപ്പിട്ടതാ, എനിക്കത് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാനുള്ളതാ എന്നൊക്കെ നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്. അതൊക്കെ എന്തിനാ ഇനി ഞാൻ നോക്കുന്നേ? നിനക്ക് തനിയെ എല്ലാം തീരുമാനിക്കാനുള്ള കഴിവുണ്ടല്ലോ. ഇനി എന്റെ സ്ഥാനമൊക്കെ നീ അങ്ങ് മാറ്റിയേക്ക്. എന്താ മുത്തശ്ശി, മുത്തശ്ശി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ മുത്തശ്ശി സംസാരിക്കണ്ടേ എന്ന് അഞ്ജലി ചോദിക്കുന്നുണ്ട്. ചേച്ചി, അന്ന് ഞാൻ അങ്ങനെ പ്രതികരിച്ചത് ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാ. ആ സമയത്ത് എനിക്ക് എങ്ങനെയാ സംസാരിക്കേണ്ടെന്ന് അറിഞ്ഞില്ല. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ശരി അഞ്ജലി ചേച്ചി, ചേച്ചിയും അശ്വിൻ സാറൊക്കെ ഇങ്ങനെ മിണ്ടാൻ നടക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഞാനാ. ഞാൻ കാരണല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഓർത്തപ്പോൾ എൻ്റെ പേര് പറഞ്ഞ് ചേച്ചി ഇങ്ങനെ അശ്വിൻ സാറിനോട് മിണ്ടാതിരിക്കല്ലേ. നിങ്ങൾ എപ്പോഴും നല്ല സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നത് കാണാനാ ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. അശ്വിൻ സാറും ഞാനും തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. സാർ എൻ്റെ അടുത്ത് മാപ്പ് ചോദിച്ചു. അതിനുശേഷം ഞങ്ങൾ പഴയ പോലെ തന്നെ ആയി. എന്നാ ചേച്ചി ഇപ്പോഴും അശ്വിൻ സാറിനോട് ഇങ്ങനെ പെരുമാറല്ല ചേച്ചി. ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അശ്വിൻ സാറ്. ദയവ് ചെയ്ത് ചേച്ചി അശ്വിൻ സാറും സംസാരിക്ക്. ഇത് കേൾക്കുന്നതും അഞ്ജലിക്കാകെ സങ്കടമാവുന്നുണ്ട്. അഞ്ജലി അശ്വിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട്. കുഞ്ഞാ, എനിക്ക് വേണ്ടിയിട്ടാ നീ അവരോടൊക്കെ അങ്ങനെ പെരുമാറിയെന്ന് ഓർത്തപ്പോൾ എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. അതുകൊണ്ടാ നിന്റെ അടുത്ത് ഞാൻ മിണ്ടാൻ നടന്നത്. അല്ലാതെ നിന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഇനി ഒരിക്കലും നീ അങ്ങനെ ആവർത്തിക്കരുത്. ഇല്ല ചേച്ചി, ഇനി ഒരിക്കലും ചേച്ചിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ആരോടും പെരുമാറില്ല എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് ആകാശ് പറയുന്നുണ്ട്, ചേച്ചി ഏട്ടനും ഒന്നായി, ഇപ്പോ മുത്തശ്ശിയാണ് കേട്ടോ ബലം പിടിച്ച് നിൽക്കുന്നത്. ഇനിയേ മുത്തശ്ശി കൂടെ അങ്ങ് സംസാരിച്ചേക്ക് എന്നും പറഞ്ഞ് രണ്ടുപേരെയും അങ്ങ് ചേർത്ത് നിർത്തുന്നുണ്ട്. മുത്തശ്ശി ക്ഷമിക്കും മുത്തശ്ശി എന്നും പറഞ്ഞ് അശ്വിൻ മുത്തശ്ശിയെയും അങ്ങ് ചേർത്ത് പിടിക്കുക. മുത്തശ്ശിക്കും ഒരുപാട് അങ്ങ് സന്തോഷാവുന്നുണ്ട്. മുത്തശ്ശിയും അശ്വിനും അഞ്ജലിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിന്ന് ചിരിച്ചു കളിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ശ്യാമിന് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എന്നാ ഇവരെ എല്ലാവരെയും ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ ആ റെക്കോർഡ് എടുക്കാനായിട്ട് പറ്റൂ. എന്നാലേ ഇന്നലെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ശ്യാമിന് അറിയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്യാം പറയുന്നുണ്ട്, പ്രശ്നങ്ങളൊക്കെ തീർന്ന സ്ഥിതിക്ക് എല്ലാവരും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാം. ഇത് കേട്ട് ആകാശ് പറയുന്നുണ്ട്, ആ അത് ശരിയാ, എന്നാലേ പ്രീതിയുടെ ഭക്ഷണം കഴിക്കണ്ടല്ലോ, അവളിന്ന് എന്തോ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പുറത്തുനിന്ന് തന്നെ കഴിക്കാം എന്ന് പ്രീതിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട് പ്രീതി ദേഷ്യത്തില് നമ്മുടെ ആകാശിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. രണ്ടുപേരും പുറത്ത് കീരിയും പാമ്പുമായിട്ടും ഉള്ളിൽ നല്ല സ്നേഹത്തോടു കൂടിയാണ് കഴിയുന്നത്. ഇത് ശ്രുതി പറഞ്ഞു കൊടുത്ത ഐഡിയ ആണ് കേട്ടോ ആകാശിന്. അല്ലെങ്കിൽ മനോരമ തന്നെ പ്രീതിയെ ചീത്ത പറയില്ലേ. ഇതാവുമ്പോ പ്രീതിക്ക് വിഷമമൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് പിന്നീടായിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുക എന്ന് തീരുമാനിക്കുകയാണ്. പെട്ടെന്ന് ശ്യാം പറയുന്നുണ്ട്, എന്നാ നിങ്ങളെല്ലാവരും പൊക്കോ, ഞാൻ വരുന്നില്ല. അതെന്താ, ശ്യാമേട്ടനല്ലേ പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞേ, ഇപ്പം എന്താ ഇല്ലാന്ന് പറയുന്നേ? എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു, നാളെ എക്സാം ഉള്ളതാ, അതുകൊണ്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അതൊക്കെ പിന്നെ ചെയ്യാൻ മോനെ, നീ എന്തായാലും ഞങ്ങളുടെ കൂടെ വാ. മോഹനൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെന്തിനാ നീ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്? എന്തായാലും ബിസിനസ് തുടങ്ങാ എന്ന് അഞ്ജലിയുടെ വലിയ ആഗ്രഹ. അപ്പൊ പിന്നെ ശ്യാം എന്തിനാ ഈ എക്സാം ഒക്കെ എഴുതുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അല്ല അങ്കിളെ, അത് എഴുതണം. ഇത് കേട്ട് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ മനോരമയും പറയുന്നുണ്ട്, എന്നാ നിങ്ങളൊക്കെ വേഗം പൊക്കോളൂ എന്ന്. അതെന്താ അമ്മ വരുന്നില്ലേ എന്ന് ആകാശ് ചോദിക്കുന്നുണ്ട്. എനിക്ക് തീരെ വയ്യടാ, അതുകൊണ്ട് ഞാനില്ല, നിങ്ങൾ പൊക്കോ. അങ്ങനെ ശ്യാമും മനോരമയും അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തു പോകുന്നുണ്ട്. അങ്ങനെ ശ്യാം പോയി വേഗം തന്നെ ആ വോയിസ് റെക്കോർഡർ എടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് അതിലുള്ള കാര്യങ്ങളെല്ലാം രണ്ടുപേരും കൂടെ കേൾക്കുവാണ്. അങ്ങനെയായിരിക്കും ശ്യാമിനും മനോരമയ്ക്കും മനസ്സിലാവുന്നത്. എല്ലാം അറിഞ്ഞു വെച്ചാണ് അശ്വിൻ ശ്രുതിയുടെ കഴുത്തില് താലി ചാർത്തിയതെന്ന്.